സോ ഗൈസ്, നിങ്ങൾ എത്തിയപ്പോഴും നമ്മുടെ ബറൂട്ടോ 2 ബ്ലൂ വോൾടെക്സിൻ്റെ മാങ്ങ റീഡേഴ്സാണ്. നിങ്ങളത് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് വായിച്ചവർക്കൊക്കെ അറിയാം നമ്മുടെ സ്റ്റോറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ്. പക്ഷേങ്കിൽ പലർക്കും ഉള്ള സംശയമാണ്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉറുച്ചിമാർ ഇപ്പോഴും അവിടെയുണ്ട്. അവർക്കെന്താ പണ്ടത്തെ ജനറേഷൻ ഷിനോബീസിനെ റീആനിമേഷൻ ജുട്സ് ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവന്നാലെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ബറൂട്ടോയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെറൂട്ടോവും സാസ്കയും സീൽഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിക്കമാറുമാണ് ഇപ്പോൾ ഹൊക്കാഗെ. അതുമാത്രമല്ല, നമ്മുടെ ഷിനോബി വേൾഡ് ആണെങ്കിൽ ഇപ്പോൾ വലിയൊരു ത്രെഡ് ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് 10 ടൈൽസിൻ്റെ ക്ലോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്ലോണ് ഒരു ജുറ എന്ന് പറയുന്ന ഒരു ആളുടേതാണ്. ഇത് വളരെ പവർഫുള്ളാണ്. നമ്മുടെ ബറൂട്ടോനും കവാക്കിക്കും വളരെ ടഫായിട്ടുള്ള ഫൈറ്റ് കൊടുക്കുന്നത് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വില്ലൻ മാത്രമല്ല, ഒരുപാട് വില്ലന്മാർ ഇപ്പോൾ നമ്മുടെ ബറൂട്ടോയിലുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നേരിടാൻ മാത്രം പവറുള്ള ഹീറോസ് നമ്മുടെ ബറൂട്ടോയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴാണ് പലരും പറയുന്നത് നമ്മുടെ ഓൾഡ് ജനറേഷൻ ഷിനോബീസിനെ റീആനിമേഷൻ ചെയ്താൽ പോലെ ഹാഷിറാമ, ജിറായ, അതുപോലെ ഒരുപാട് പേര് മീനറ്റോനെയൊക്കെ റീആനിമേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആകില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യാത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഇവർ റീആനിമേഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. നമുക്കറിയാം നമ്മുടെ റീആനിമേഷൻ ഷിനോബീസ് വളരെ വീക്കായിരിക്കും തൻ്റെ ഒറിജിനൽ ബോഡി വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ഫുൾ സ്ട്രെങ്ത് തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒറോജിമാറു 70% സ്ട്രെങ്തോടു കൂടിയാണ് നമ്മുടെ ഹൊക്കാഗേസിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നത്. ഒരു പക്ഷേ അതുപോലെ തന്നെ കുറച്ച് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റിയേക്കും. പക്ഷേങ്കിൽ എന്നിരുന്നാലും നമ്മുടെ മാഡറ, ആശിറാമ, മീനറ്റോ അതുപോലെയുള്ള ലെജൻഡറി സിനോബീസിനെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇപ്പോൾ ഉള്ള നമ്മുടെ മെയിൻ ഹീറോസ് ഇവിടെ വീണ്ടും നേരിലേക്ക് പോകുന്നതായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സാസ്കേഡൻ, നറൂട്ടോനെ വെറും ഒരു ഷാഡോസ് മാത്രമായിരുന്നു നമ്മുടെ ബറൂട്ടോവും കവാക്കിയും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബറൂട്ടോ എന്ന് പറയുന്ന സീരീസ് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓൾഡ് ലെജൻസ് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഈ മെയിൻ ക്യാരക്ടേഴ്സ് ഷാഡോ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ റീആനിമേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ബറൂട്ടോയിലേക്ക് വരുമ്പോൾ അത്ര യൂസ് ചെയ്യാത്തത്. പിന്നെയുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള വില്ലന്മാരൊക്കെ നമ്മുടെ പാസ്റ്റ് ജനറേഷന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും കുറച്ച് പവർഫുൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ കോഡ് ആയിക്കോട്ടെ, നമ്മുടെ 10 ടൈൽ ക്ലോൺസ് ആയിക്കോട്ടെ, ഇവരൊക്കെ വളരെ ബ്രോക്കൺ പവറുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ റീആനിമേഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നാലും ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് നമ്മുടെ റീആനിമേഷൻ ചെയ്യപ്പെട്ട ഷിനോബീസ്, നമ്മുടെ ലെജൻഡറി ഷിനോബീസ്, നമ്മുടെ ഷിപ്പുടനിൽ ഓവർ പവർഡായിട്ട് കണ്ടിരുന്ന ഈ ഷിനോബീസ് നമുക്ക് വളരെ വീക്കായി തോന്നുന്നതായിരിക്കും. കാരണം നമ്മുടെ വില്ലന്മാർ അത്രയ്ക്ക് പവർഫുള്ളാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഹൈപ്പ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ പുതിയ വില്ലന്മാരെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചാൽ നമ്മുടെ വില്ലന്മാരുടെ പവേഴ്സ് നെർഫ് ചെയ്തതായിട്ടും നമുക്ക് തോന്നുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ നറൂട്ടോനേക്കാളും അതുപോലെ തന്നെ സാസ്കേനേക്കാളും ഒക്കെ പവർ ഉണ്ട് നമ്മുടെ 10 ടൈൽ ക്ലോൺസിനൊക്കെ, അതുപോലെ തന്നെ കോഡിനും ഒക്കെ. അങ്ങനെയുള്ള ഈ ക്യാരക്ടേഴ്സിനെ നമ്മുടെ പാസ്റ്റ് ജനറേഷൻ വന്ന് ഡിഫീറ്റ് ചെയ്താൽ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നറൂട്ടോയും സാസ്കയും നമ്മുടെ പാസ്റ്റ് ജനറേഷനിലെ എല്ലാ ഷിനോബീസിനെ സർപ്പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ സ്റ്റോറിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ റീആനിമേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ബറൂട്ടോയിലേക്ക് വരുമ്പോൾ അത്ര നമ്മൾ കാണാത്തത്. അപ്പോൾ ഈ റീആനിമേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബറൂട്ടോയിൽ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണോ നല്ലത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രമാത്രം ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.